Hi, hello, assalamu alaikum. You're watching Ju Vlogs and welcome back to my channel. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഡെസേർട്ട് ഡ്രൈവിൻ്റെ ക്ലിപ്പാണ്. അപ്പോൾ തംബ്നൈലിൽ കണ്ട പോലെ തന്നെ എൻ്റെ കൂടെ ഒരു ഡെസേർട്ട് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് ഞാൻ UAE ട്രാവൽ ചെയ്തപ്പോൾ എടുത്തിട്ടുള്ള വ്ളോഗാണ്. ഞാൻ എൻ്റെ ചാനലിൽ UAE ഡയറീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. സോ നമ്മൾ ഏർലി മോർണിംഗ് ആണ് ഡെസേർട്ട് ഡ്രൈവിനായിട്ട് പോയത്. എൻ്റെ ഓൺ സിസ്റ്റർ അല്ല, പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്ററിനെ പോലെ തന്നെ കാണുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് ഈ കോൺവോയ് അഥവാ ഡെസേർട്ട് ഡ്രൈവിൻ്റെ ഗ്രൂപ്പിനെ ലീഡ് ചെയ്തത്. ആളൊരുപാട് വർഷങ്ങളായിട്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഓഫ് റോഡറാണ്. ഇതേപോലെ ഡെസേർട്ട് ഡ്രൈവിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. സോ ഞാൻ പറഞ്ഞതാണ് എനിക്ക് എന്തായാലും ഡെസേർട്ട് ഡ്രൈവിന് പോകണം എന്നുള്ളത്. ആക്ച്വലി എനിക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാവും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. കാരണം എനിക്കിങ്ങനെ ഓഫ് റോഡ് ഡ്രൈവ്സ് ഒന്നും മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് പരിചയമില്ല. പിന്നെ എനിക്ക് ഇതിനോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോയതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ സൺറൈസ് ഒക്കെ കാണാൻ പറ്റി വിത്ത് ഗ്രേറ്റ് UAE വ്യൂ. ഞങ്ങൾ അവിടെ അജ്മാനിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അജ്മാനിൽ നിന്ന് ഈ ഡെസേർട്ടിലോട്ട് അത്യാവശ്യം ഡ്രൈവ് ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് UAEയിലെ ഒരു സൺറൈസിൻ്റെ കാഴ്ചകൾ. ഒരുപാട് മോസ്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ നല്ല ക്ലീനസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ അജ്മാനിൽ നിന്നാണ് ട്രാവൽ ചെയ്ത് തുടങ്ങിയത്. അജ്മാൻ ടു ഷാർജയാണ് നമ്മൾ പോയത്. സോ അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു ഡ്രൈവ് തന്നെയായിരുന്നു. ആൻഡ് ഫോർ മീ ഫസൽക്ക ആൻഡ് ഹിസ് വൈഫ് ശരിക്കും ഓൺ ബ്രദർ സിസ്റ്റർ പോലെ തന്നെയാണ്. പോണ വഴിക്ക് എനിക്ക് ഒരുപാട് അഡ്വൈസസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു പെട്രോൾ സ്റ്റേഷനിൽ കയറി ഫ്യൂവൽ ഫുള്ളാക്കിയിട്ടാണ് പോകാൻ പറ്റുക. കാരണം അവിടെ ഇടയിൽ എങ്ങാനും പെട്ടുപോയാലോ. അപ്പോൾ ഇവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരും ഇതുപോലെ ഓഫ് റോഡേഴ്സാണ്. അവർക്കും ഇതുപോലെ ഡെസേർട്ട് ഡ്രൈവിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ അവർ ആ ഒരു കോൺവോയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്രോൾ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഐസ് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീ ഷോപ്പിൽ നിന്ന് ഒരു ചായ കുടിച്ചു. പിന്നെ ഒരു സാൻഡ്വിച്ചും കഴിച്ചു കേട്ടോ. ബിക്കോസ് നമ്മൾ കാലി വയറായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ വി ഹാഡ് സംതിങ്. പോകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ തിരിച്ചു വരുമ്പം നമ്മുടെ കോലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. സോ എല്ലാവരും പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് അതേ ഈ പോകുന്ന വണ്ടികളൊക്കെ ഓഫ് റോഡിനായിട്ട് പോകുന്നവരാണ് കേട്ടോ. റഫദ എന്ന് പറയുന്ന ഡെസേർട്ടിലാണ് കേട്ടോ, UAEയിൽ ഷാർജയിലുള്ള. അപ്പോൾ ഇവിടെയാണ് അവരവരുടെ ഈ കോൺവേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ഈ കോൺവേക്കായിട്ടുള്ള എല്ലാ ഓഫ് റോഡേഴ്സും ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഫസൽക്ക കോൺവേ ലീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസൽക്ക പോയി അവരൊക്കെ ആയിട്ട് അവരെല്ലാവരും ഗ്രീറ്റ് ചെയ്ത് അവരുടെ ഡ്രൈവിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ അത്രയും നേരം കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വേറെ ഓഫ് റോഡേഴ്സിൻ്റെ കൂടെയും ഇതുപോലെ ഡെസേർട്ട് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും? അല്ല ഈ മെഷീൻ എന്താ? അതിന്റെ ഇത് നോക്കാം, പ്രഷർ ഗേജ്. ഇതില് നോർമൽ ഉണ്ടാവുക, നമ്മളത് എന്താക്കും ഒരു 8-10 അറേഞ്ചൊക്കെ. അപ്പോൾ ഫസൽക്ക പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കണ്ടത്. അപ്പം ചെറിയൊരു ഓഫ് റോഡർ അവിടെ ഉണ്ട്. ആൾ മുഖത്ത് സൺസ്ക്രീൻ തേക്കായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി പുറത്തിറങ്ങി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ വന്ന വണ്ടിയിൽ വേറൊരു ഓഫ് റോഡർ കയറി എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ക്രൂസറിലാണ് നമ്മളുണ്ടായിരുന്നത്. നമ്മുടെ ഒരു വാക്കി ടോക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലാണ് അവർ ഈ വാക്കി ടോക്കി വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ ഒബ്വിയസ്ലി ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ ഫോണിലുള്ള കമ്മ്യൂണിക്കേഷനൊന്നും നടക്കില്ല. സോ പുറകിൽ വരുന്ന ആൾക്കാരെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതെല്ലാം ഈ വാക്കി ടോക്കിയിലാണ്.
അങ്ങനെ നമ്മൾ ഓൾ സെറ്റ് ടു ഗോ. So who are not getting the convoy, so you can join on the behind last sweep, like a sweep, okay? Copy. So please check the radios. Bashirgaon. Why? നീ വീട് എടുക്കണുണ്ടോ പോലെ ഓഫ് റോഡേഴ്സ്. ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ എൻ്റെ കൂടെ ഈ വീഡിയോ കണ്ടു നോക്കുക. ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ബാക്കി നിങ്ങൾ ഈ വീഡിയോ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. Now who is the sweep? Okay, copy. Lalik, where are you? You can join with me. Email me. Okay. Are you clear? Everything okay on the back? At the back. Anaska, where are you? ഇടയിൽ നമ്മളൊരു ബ്രേക്ക് എടുത്തു. ബിക്കോസ് എനിക്ക് നന്നായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. വണ്ടി ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ കുലുങ്ങി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇത് നോർമലാണെന്നാണ് പറഞ്ഞത്. That's good. Marshall can do anything. I'm getting old, man. Okay, bro, newbie mistake. Guys, we are going through a little bit technical. After that, we are hitting the dunes, okay? Copy. Little bit bumpy. It's a drop over here. After you just speak out.
കണ്ട പോലെ തന്നെ മരുഭൂമിയിൽ സാൻഡ് ഡ്യൂൺസ് മാത്രമല്ല റെസ്റ്റും അതേപോലെ തന്നെ കാക്ടസിൻ്റെ പ്ലാന്റ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയിൽ ക്യാമൽസിന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷനിലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇതിൻ്റെ എൻഡിൽ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. ആയിട്ടാണ് കേട്ടോ ഫസൽക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എവ്രി വൺ നമ്മളെ ഫോളോ ചെയ്തിട്ടാണ്, നമ്മുടെ വെഹിക്കിളിനെ ഫോളോ ചെയ്തിട്ടാണ് അവരെല്ലാം ഡ്രൈവ് ചെയ്ത് വന്നിരുന്നത്. ആൻഡ് ഹി വാസ് ഗിവിങ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ്. കാരണം ഡെസേർട്ട് ഡ്രൈവ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനൊരു ഓഫ് റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട്. സോ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ മാത്രം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുക. ഈ ബാക്കിൽ ഇങ്ങനെ വരുന്നില്ലേ ഈ ഒരു ലൈനപ്പ് വണ്ടി I need one video for the long one. ഇടയിൽ അവർക്ക് ടെക്നിക്കലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. സോ വി ടുക്ക് അഗെയിൻ എ ബ്രേക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു. എനിക്ക് റീൽസിലിടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഷോർട്സ് ആക്കിയിട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ബിലീവ് മീ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1.5 hour ആണ് അവിടെ ഡെസേർട്ടിൽ സ്പെൻഡ് ചെയ്തത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഡെസേർട്ട് ഡ്രൈവ് എക്സ്പീരിയൻസ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇടയിൽ ഒരു വൊമിറ്റിംഗ് ഒക്കെ നടന്നെങ്കിലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. വൺസ് അഗെയിൻ താങ്ക് യു ഫസൽക്ക ഫോർ ടേക്കിംഗ് മീ ദെയർ. അങ്ങനെ നമ്മൾ ഡെസേർട്ട് ഡ്രൈവ് അവസാനിപ്പിച്ച് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയ ആ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോകുമായിരുന്നു. ഹലോ ഹലോ ഹലോ, ഹാപ്പി സൺഡേ ഗായ്സ്. കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള മരുഭൂമിയിൽ ഒട്ടകത്തിന് ഞാൻ നേരിട്ട് കണ്ടു ഗൈസ്. സോ ദിസ് ഈസ് അബൌട്ട് മൈ ഡെസേർട്ട് ഡ്രൈവ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, ട്രാവൽ ചെയ്യണം. ഇങ്ങനെ കുറേ ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും ലിവ് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവുക. ഗുഡ് ബൈ, പിന്നെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ജേണി എൻഡപ്പ് ചെയ്തു. എല്ലാവരും നല്ല സൂപ്പർ ടയേർഡായിരുന്നു. ആൻഡ് നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വെഹിക്കിളുടെ ബാക്കി കാര്യങ്ങളും എൻജിൻ്റെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് പ്രഷർ ബാക്ക് ടു നോർമൽ ആക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഫിസിക്സ് ആണ് കേട്ടോ. സോ റിയൽ ലൈഫിൽ ഫിസിക്സ് യെസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാൽ ഇതൊക്കെ എന്താണെന്ന് അറിയാനൊരു ത്വര കയറിയപ്പോൾ ഞാൻ എല്ലായിടത്തുനിന്ന് നോക്കി. ആൻഡ് അവിടെ ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ വെഹിക്കിൾസും സെയിം പ്രൊസീജിയേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് എഫേർട്സ് ഉണ്ട് ഗൈസ്. അവർ ഈ വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ആംബീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ്. പാഷനേറ്റ് ആയിട്ടുള്ള ഓഫ് റോഡേഴ്സ് എന്ന് പറയുന്നത് ചിലർക്ക് കരിയറും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ദുബായിൽ ഒരുപാട് ഡെസേർട്ട് ഡ്രൈവ് എക്സ്പീരിയൻസസ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. ലൈക്ക് ടൂറിസം റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെയാണ് ഫസൽക്ക് എനിക്ക് പറഞ്ഞു തന്നത്. ആൻഡ് ഹീസ് വെൽ വേഴ്സ് ഇൻ ദിസ് അപ്ലൈയിങ് ഫിസിക്സ്. എനിക്ക് പൊതുവേ വെഹിക്കിളിനെ പറ്റി വലിയ നോളജൊന്നുമില്ല. അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി, ഷോക്ക് അബ്സർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടേംസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് കാര്യമായ അറിവൊന്നുമില്ല. സോ ഞാനിതെല്ലാം പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ അവരുടെ വണ്ടി ബാക്ക് ടു നോർമലാക്കി. നമ്മൾ പിന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി. ഇത് ആടിൻ്റെ ബ്രെയിനാണ് കേട്ടോ. അവർ സ്ഥിരമായിട്ട് ഡ്രൈവിന് വരുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോർമലായിട്ട് ദോശയും സാമ്പാറും ചട്നിയൊക്കെയാണ് കഴിച്ചത്. ആൻഡ് വി ഹാഡ് സം സാലഡ്.
അവിടെ നിന്നാണ് ഈ ലെബനപ്പ് ഞാൻ കുടിക്കാൻ തുടങ്ങിയത്. ലെബനപ്പ് ഐറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കമ്പനീസാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ സംഭാരമൊക്കെ പോലെ ഉണ്ടാവും. സോ ഇറ്റ്സ് എ റീഫ്രഷിങ് ഡ്രിങ്ക്. സോ വൈൻഡിങ് അപ്പ് ഗൈസ്, എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫോളോ ഫോർ മോർ വീഡിയോസ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ജു വ്ലോഗ്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. Assalamualaikum.